ഇപ്പോൾ ഒരു പൊസിഷൻ കുറച്ച് സമയമായിട്ട് വെയിറ്റ് ചെയ്തുന്നൊരു പൊസിഷനാണ്. നമ്മുടെ 24,240 താഴെ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് 24,180 ഫസ്റ്റ് ടാർഗറ്റിലേക്കുള്ളൊരു ട്രേഡാണ് ഇവിടെ എക്സിക്യൂട്ട് ചെയ്യാൻ നോക്കുന്നത്. ഓൾറെഡി ക്യാൻഡിൽ നെഗറ്റീവായപ്പോൾ ഒരു പൊസിഷൻ എടുത്തിട്ടുണ്ടായിരുന്നു 24,250 റേഞ്ചിന് വെളിയിൽ. അപ്പോൾ അടുത്തൊരു ക്യാൻഡിൽ ക്ലോസിങ് ബിലോ ദിസ് ഏരിയ എന്ന് പറയുന്നത് നമുക്ക് ഇതിൻ്റെ ക്യാൻഡിൽ കൺഫർമേഷനാണ്. അപ്പോൾ വീണ്ടും ക്വാണ്ടിറ്റി ചിലപ്പോൾ ആഡ് ചെയ്യുന്നുണ്ടാവും. ഇപ്പോൾ പൊസിഷൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ക്യാൻഡിൽ കഴിഞ്ഞ് അടുത്തൊരു ക്യാൻഡിൽ പുതിയ പൊസിഷൻ എടുത്തിട്ടുണ്ട്. ബട്ട് യഥാർത്ഥ പൊസിഷൻ അടുത്ത ഫർദർ ആഡ് ചെയ്യുക ഈ ഒരു ക്യാൻഡിലിന് ലോയ്ക്ക് താഴെയാണ്. അപ്പോൾ ഫസ്റ്റ് ഇത് ഒരു സ്കാൽപ്പിംഗ് ടാർഗറ്റാണ് ഈ ഇപ്പോൾ എടുത്ത് വച്ചിരിക്കുന്ന ലെവല്. ഓക്കെ, അനാലിസിസ് ഇത്രയേ ഉള്ളൂ. മാർക്കറ്റ് വീഴുന്നു, ഈ വീഴുന്ന ഏരിയയ്ക്ക് വെളിയിൽ ഒരിക്കൽ പോയി തിരിച്ച് വീണ്ടും വന്ന് തിരിച്ച് വീണ്ടും പോയി തിരിച്ച് വീണ്ടും ഈ വീഴുന്ന ഏരിയയ്ക്ക് ഉള്ളിലേക്ക് വീഴുവാണ്. സോ എന്നെ സംബന്ധിച്ചിടത്തോളം റെസിസ്റ്റൻസ് ഏരിയ ഇതാണ്. പ്രൈസ് ആക്ഷൻ വൈസിൽ റെസിസ്റ്റൻസ് ഏരിയ. അതിന് താഴേക്ക് വന്നപ്പോഴേക്കും ഫസ്റ്റ് ക്വാണ്ടിറ്റി ആഡ് ചെയ്തു. ഫർദർ അതിലേക്കുള്ള വീഴ്ച കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കൂടുതൽ പൊസിഷൻസ് ആഡ് ചെയ്യുക എന്നുള്ളതാണ് ഇതിലെ സിറ്റുവേഷൻ. ഓക്കെ, ഇപ്പോൾ ഒരു ചെറിയൊരു 4 ഡിജിറ്റ് പ്രോഫിറ്റ് ജസ്റ്റ് റണ്ണ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തിരിച്ച് ക്യാൻഡിൽ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ബൈ പ്രൈസിലേക്ക് പോകും. ഇല്ല, ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് SLലേക്കും വരും. താഴേക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയ കഴിഞ്ഞ് കിട്ടിയാലും മാർക്കറ്റ് കുറച്ച് അഗ്രസീവായിട്ട് വീഴാനുള്ള സാധ്യത ഉണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു അനാലിസിസ് എന്ന് പറയുക. ലെറ്റ്സ് സീ. ക്യാൻഡിൽസ് ഇതൊരു ഗ്രൂപ്പിനുള്ളിൽ ഷെയർ ചെയ്തുന്ന ഒരു ട്രേഡ് അനാലിസിസ് ആണ്. ഒരു ബെയറിഷ് ഫ്ലാഗ് ആയിരുന്നു. ബെയറിഷ് ഫ്ലാഗിൽ നിന്ന് മാർക്കറ്റ് ഒന്ന് ജസ്റ്റ് ബൗൺസ് ചെയ്ത് തൊട്ടടുത്തുള്ള റെസിസ്റ്റൻസ് ഡേ ഹൈയിലെ ഒരു റെസിസ്റ്റൻസിൽ തട്ടി തിരിച്ച് വീണ്ടും വന്നിട്ടുണ്ട്. സോ ഇത് ഈ ഒരു മാർക്കറ്റിൻ്റെ സെൻട്രൽ ഏരിയയാണ്. സെൻട്രൽ ഏരിയ ബ്രേക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ മാർക്കറ്റ് അടുത്ത ലെവലിലേക്ക് വീഴാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. സോ അതിനനുസരിച്ചുള്ള പൊസിഷനാണ് കീപ്പ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇത് ഇന്നലത്തെ ട്രേഡായിരുന്നു. ഇന്നലത്തെ ട്രേഡിൻ്റെ ഒരു മൊമെൻ്റ് കഴിഞ്ഞിരുന്നു. ഇന്ന് സംഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. ഇത് അതിൻ്റെ ഒരു ഇനിഷ്യൽ സ്റ്റേജായിട്ട് വേണമെങ്കിൽ കൂട്ടാമെന്നുള്ളതാണ്. ഓക്കെ, $49.51 $77,600 പുട്ട് 77,600 പുട്ട്. ഓക്കെ, ഇതാണ് കയ്യിലിരിക്കുന്ന പൊസിഷൻ. ഓക്കെ, ഫസ്റ്റ് പൊസിഷൻ ബുക്ക് ചെയ്യാറായിട്ടുണ്ട്. സ്കാൽപ്പിങ്ങിൽ ഫസ്റ്റ് പൊസിഷൻ ബുക്ക് ചെയ്യാറായിട്ടുണ്ട്. സ്കാൽപ്പിങ്ങിൻ്റെയാണ് ഞാൻ പറഞ്ഞത്. സ്കാൽപ്പിങ്ങിൻ്റെ ഫസ്റ്റ് പൊസിഷനാണ് ബുക്ക് ചെയ്യാൻ താല്പര്യമുള്ളൊരു ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ,
കുറച്ച് ക്വാണ്ടിറ്റിക്ക് ഞാൻ അതിൻ്റെ ഇടയിൽ എൻട്രീസ് എടുക്കുന്നുണ്ട്. ഓക്കെ, ഓക്കെ. ഞാൻ എടുത്തിരുന്നത് 222 റേഞ്ചിലാണ്. ഓക്കെ, എൻ്റെ ഇവിടുത്തെ എൻട്രി ഞാൻ പറയാം. 226 222 ആണ്. എനിക്ക് പെട്ടെന്ന് പ്രൈസ് ഓർമ്മ കിട്ടുന്നില്ല. 230 താഴെയുള്ളൊരു ലെവലാണ്. അപ്പോൾ 200-നോടടുത്ത് ഒരു SL കീപ്പ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ഞാൻ അതിൻ്റെ ഒരു 25% ഞാൻ ജസ്റ്റ് ബുക്ക് ചെയ്തു. 253-54 ഞാനത് ഒഴിവാക്കി. ബിക്കോസ് ആദ്യം പ്രോഫിറ്റ് കയ്യിലെടുക്കുക എന്നുള്ളൊരു പരിപാടിയുണ്ട്. മാർക്കറ്റ് ഈ ഒരു ഏരിയയിലെത്തുമ്പോൾ ഇതൊരു ഹെഡ് ആൻഡ് ഷോൾഡർ പോലെ എങ്ങാനും വന്നു പോയാൽ ഫസ്റ്റ് എക്സിറ്റ് ആയിട്ട് ഇതിനെ കണക്കാക്കിയിട്ട് ഇതിന് താഴെ പോകുമ്പോൾ വീണ്ടും ക്വാണ്ടിറ്റി ആഡ് ചെയ്യുക എന്നുള്ളത്. ചിലപ്പോൾ 264 മേളിൽ വീണ്ടും പൊസിഷൻ ആഡ് ചെയ്ത് എക്സിറ്റ് ചെയ്യാം. ഓക്കെ, അടുത്തൊരു ട്രേഡ് ഈ ഒരു സെറ്റപ്പ് നമുക്ക് എടുക്കാമെന്നുള്ളതാണ്. ഓക്കെ, 24-40 കയ്യിൽ ആവശ്യത്തിന് ക്വാണ്ടിറ്റി ഉണ്ട്. സോ ജസ്റ്റ് ട്രയൽ ചെയ്ത് കൊണ്ടുപോകുന്നു മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ഫസ്റ്റ് എക്സിറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയിലായിരുന്നു. ഓക്കെ, 256 റേഞ്ചിലായിരുന്നു എൻ്റെ ഫസ്റ്റ് എക്സിറ്റ് എന്ന് പറയുന്നത്. അത് ഹിറ്റ് ചെയ്തപ്പോൾ ഒരു എക്സിറ്റിനെ കുറിച്ച് പ്ലാൻ ചെയ്തു. എന്തുകൊണ്ടായിരിക്കാം, ഇത് ഈ ഒരു ലെവലിൽ എത്തുമ്പോഴേക്കും എൻ്റെ പ്രീമിയം ഓൾമോസ്റ്റ് ഈ ഒരു ലെവലിലാണ് എത്തുന്നത്. സോ അവിടെ ഒരു SLനെ കുറിച്ചിട്ടാണ് ഫസ്റ്റ് പ്ലാൻ ഓഫ് എക്സിറ്റാണ് അവിടെ സംഭവിച്ചത്. ബാക്കിയുള്ള ക്വാണ്ടിറ്റീസ് ഞാൻ ട്രയൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റിൽ നിൽപ്പുണ്ട്. സോ നോക്കാം, അതിൻ്റെ മുകളിലേക്ക് അത് കയറി വരുവാണെങ്കിൽ നമുക്കതിനെ ട്രയൽ ചെയ്ത് കൊണ്ടുപോകും. ഓക്കെ, ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. 220 കൂടെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി സ്റ്റുഡൻസിൽ 2-3 പേരുടെ കയ്യിൽ ഈ പൊസിഷൻ ഓൾറെഡി ഹോൾഡിംഗ് ആണ്. അപ്പോൾ അവരും ബുക്ക് ചെയ്യുന്നെങ്കിൽ അവർക്ക് ബുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് 24-20 റേഞ്ചിൽ ഒരു റിസ്കി ആയിട്ടുള്ള ഒരു ട്രേഡാണ്. യഥാർത്ഥത്തിൽ റിസ്കി അല്ലാത്ത ട്രേഡാണ് ഇപ്പോൾ ട്രേഡ് മൂവ് ചെയ്യാൻ സാധ്യത എടുത്ത് നിൽക്കുന്നത്. ഓക്കെ, അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ് പെർസെൻറ്റേജിലോട്ടാണ് ഇപ്പോൾ അത് കയറി വരുന്നത്. ബട്ട് ഇതിന് നല്ലൊരു വീഴ്ചയ്ക്ക് ഇനിയും സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അത് കീപ്പ് ചെയ്യുന്നത്. മാർക്കറ്റ് ഇന്നത്തെ ഡേ ലോ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ
ഈ പ്രീമിയം ഈസിലി 300-340 റേഞ്ചിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. സോ ആ ഒരു മൊമെൻറ്റത്തിന് വേണ്ടിയിട്ടാണ് അതവിടെ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ടാർഗറ്റ് ചിലപ്പോൾ ഇതിനേക്കാളും വൈഡായിട്ട്, ഒരുപാട് വൈഡായിട്ടുള്ളൊരു ടാർഗറ്റ് ചിലപ്പോൾ കിട്ടിയേക്കാം. ഓക്കെ, ഓക്കെ ഞാൻ 274 രണ്ടാമത്തെ ഒരു സെറ്റ് ഓഫ് എക്സിറ്റ് കൊടുത്തു. ഓൾമോസ്റ്റ് എൻ്റെ ഡേ ടാർഗറ്റിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. 278 എത്തിയപ്പോഴേക്കും ഡേ ടാർഗറ്റിൻ്റെ ഓൾമോസ്റ്റ് അടുത്തെത്തിയിട്ടുണ്ട്. 80. ഓക്കെ, എൻ്റെ അടുത്തൊരു എക്സിറ്റ് കൂടെ ഇട്ടിട്ടുണ്ട്. സോ 284 റേഞ്ചിൽ 284.35 അടുത്ത എക്സിറ്റ് വന്നത്. ഓൾമോസ്റ്റ് നമ്മുടെ ടാർഗറ്റിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. ഓക്കെ, ഇനി വളരെ കുറച്ച് ക്വാണ്ടിറ്റി കയ്യിലുള്ളൂ. അത് ഓക്കെ, അപ്പോഴേക്കും അത്യാവശ്യം ട്രേഡ് ഫിനിഷ് ചെയ്തിട്ടുണ്ടാവും. ബ്രോക്കറേജ് പോയിട്ട് ഇന്നത്തെ ടാർഗറ്റും കീപ്പ് ചെയ്തിട്ടായിരിക്കും ഇന്ന് എക്സിറ്റ് ചെയ്യുക. ക്വാണ്ടിറ്റി കുറവാണ്, അതുകൊണ്ട് ഇനി ഇപ്പോൾ ഈ പ്രൈസ് ഇത്രയും താഴെ വന്നാലും വലിയ മാറ്റങ്ങൾ പ്രൈസിൽ വരാൻ പോകുന്നില്ല. വച്ചിരിക്കുന്ന ടാർഗറ്റ് എക്സിറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ അവിടെ നടക്കുന്നുള്ളൂ. ഓക്കെ, ഓക്കെ, ക്യാൻഡിൽ തിരിച്ചിറങ്ങിയെങ്കിലും എനിക്ക് എൻ്റെ പ്രോഫിറ്റ് ഓൾമോസ്റ്റ് 283 പോയിൻറ്റ് സംതിങ്ങിൽ എക്സിറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സോ മാർക്കറ്റ് വീണ്ടും സൈഡ് വൈസ് ഒരു മൊമെൻറ്റത്തിലേക്ക് കയറി പോവാണ്. ഓൾമോസ്റ്റ് ഡേ ടാർഗറ്റിൻ്റെ തൊട്ടടുത്ത് വെച്ചിട്ട് അത് പൊസിഷൻ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി വളരെ കുഞ്ഞു ക്വാണ്ടിറ്റി അവിടെ ഉള്ളൂ. ഇത് എത്ര താഴെ വന്നാലും അവിടെ പ്രത്യേകിച്ച് എനിക്ക് സംഭവിക്കുന്നില്ല. ബിക്കോസ് ഏറ്റവും കുഞ്ഞായിട്ടുള്ള ഒരു 90% പൊസിഷൻ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എന്താണോ അത് മാത്രമേ അവിടെ ബാക്കിയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി ആ പൊസിഷന് ഞാനങ്ങ് ഒഴിവാക്കുവാണ്. അപ്പോൾ പുതിയ പൊസിഷൻ നമുക്ക് നോക്കിയിട്ടെടുക്കാം. ഓക്കെ.